നൽകിടും എൻ ജീവിതം നിൻ കൈകളിൽ പൂർണ്ണമായ യേശുനാഥനേ. നൽകിടും എൻ ജീവിതം നിൻ കൈകളിൽ പൂർണ്ണമായ യേശുനാഥനേ. Jesus calls us his own brethren. നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കാൻ അവൻ ലജ്ജിക്കുന്നില്ല. അവൻ വിളിക്കുന്നത് സഹോദരൻ എന്നാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ചുമതല എന്താണ്? അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്ന യേശുവിൻ്റെ പിന്നാലെ അവൻ്റെ സഹോദരനായി തേജസ്സിലേക്ക് നടക്കുമ്പോൾ അവനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രീഡെസ്റ്റിനേഷൻ, മുന്നറിവ് എന്നുള്ളതാണ് നമ്മളവിടെ കാണാനായിട്ട് കഴിയുന്നത്. 2 Corinthians chapter 3 verse 18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നോക്ക്, എബ്രായ ലേഖനകാരൻ പറഞ്ഞു എന്താണ് യേശുവിന്റെ ലക്ഷ്യം തന്നെ എന്താണ്? അവിടെ ഒരു രക്ഷാനായകനെ, അല്ലെങ്കിൽ സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അതാണ് യേശുവിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്, എന്നെ തേജസ്സിലേക്ക് നടത്തുന്നത്. അതാ അവന്റെ മനസ്സിലെ സ്വപ്നം. അല്ലാതെ എന്നെ രക്ഷിക്കുക മാത്രമല്ല, എന്താണ്, എന്നെ രക്ഷിച്ച് എങ്ങോട്ട് കൊണ്ടുപോവുകയാണ്? തേജസ്സിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ തേജസ്സിലേക്ക് കൊണ്ടുപോകുന്ന യാത്രയിൽ അതാണ് നമ്മൾ വീണ്ടും ഇവിടെ 2 Corinthians chapter 3 കാണുന്നത്. 16 കൂടെ ചേർത്ത് വായിക്കുമ്പോൾ, കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്, നോക്ക്, ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. ഇതൊരു പ്രോസസ്സാണ്. ഇത് ഒരു ദിവസം കൊണ്ടല്ല. തേജസ്സാകുന്ന കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി, അതവിടെ എഴുതിയിരിക്കുന്നത്. മൂടുപടം മാറിയ മുഖത്ത് നമ്മൾ കർത്താവിനെ മുഖത്തേക്ക് നോക്കുകയാണ്. മോശയ്ക്ക് നോക്കാൻ പറ്റിയില്ല, പക്ഷെ നമുക്ക് അവന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അങ്ങനെ ആ തേജസ്സിലേക്ക് നോക്കി എന്റെ മുഖത്തേക്ക്, എന്നിലേക്ക് കർത്താവിന്റെ തേജസ് പ്രതിഫലിച്ച് അവന്റെ അതേ സ്വരൂപമായി, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവന്റെ അതേ പ്രതിമയായി രൂപപ്പെടുന്നു. ഈ ഒരു വലിയ അവസ്ഥയാണ് വാസ്തവത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതുമ്പോൾ പറയുന്നത് എന്ത്? അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെയും അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. 1 John chapter 3. അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെയും. എന്താ അത്? ഈ പ്രത്യാശ എന്ന് പറയാൻ കാര്യം അതാണല്ലോ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം. അതിനാണല്ലോ ദൈവം എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അതിനാണല്ലോ കർത്താവിനെ അവൻ എനിക്ക് നൽകിയത്. അതിനാണല്ലോ കർത്താവിന്റെ ജീവിതം ഒരു മാതൃകയായി എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ അവന്റെ തേജസ്സിനെ പ്രാപിച്ചുകൊണ്ട് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. എൻ്റെ മനസ്സിന്റെ ആഗ്രഹം അതാണ്. യേശുവിനെ ഞാൻ കാണുമ്പോൾ, മുഖാമുഖം കാണുമ്പോൾ, ഒരു വികൃതരൂപിയായി അവനെ കാണാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്കവനെ കാണുന്നത് അവന്റെ അതേ രൂപം പ്രാപിച്ചുകൊണ്ടായിരിക്കണം. ഞാൻ കൃപായുഗത്തിൽ ജീവിക്കുന്നത് കൊണ്ട്, എന്ത് പാപവും ചെയ്തുകൊണ്ട് ആരാധിച്ച് പോകാമെന്നൊരാൾ ചിന്തിക്കുന്നെങ്കിൽ തെറ്റിപ്പോയി. നമ്മുടെയൊക്കെ ഒരു വലിയ പ്രശ്നമുണ്ട്. യേശു കർത്താവ് 2000 വർഷം മുമ്പ് ഭൂമിയിൽ വന്നത് നീതിമാന്മാരെ അല്ല, പാപികളെ തേടിയാണ് വന്നത്. നമ്മുടെയൊക്കെ ചിന്ത ഇനി വരാൻ പോകുന്നതും പാപികളെ തേടിയായിരിക്കുമെന്നാ. അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതം. എന്നിട്ട് പറയും, കൃപായുഗം അല്ലയോ ബ്രദറെ, ഇനി അവൻ വരുന്നത് പാപികളെ തേടി അല്ല. ഇനി അവൻ വരുന്നത് ശുദ്ധയും നിഷ്കളങ്കയുമായ, യാതൊരു ബ്ലമിഷുമില്ലാത്ത, യാതൊരു മാലിന്യവുമില്ലാത്ത, വാട്ടവും ചുളുക്കവും മാലിന്യവുമില്ലാത്ത ഒരു നിർമ്മല കന്യകയെ തിരക്കിയാണ് അവൻ വരുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. കൃപായുഗമാണെന്നുള്ള ആശ്വാസത്തിൽ ആരും ഇരിക്കണ്ട. അവന്റെ അതേ രൂപം പ്രാപിച്ചുകൊണ്ട്, അവന്റെ മണവാട്ടിയായി, അവന്റെ അതേ പ്രതിമയായി അവനെ നമ്മൾ എതിരേൽക്കണം.
അവൻ്റെ സ്വഭാവത്തിൽ, അവൻ്റെ സ്വരൂപത്തിൽ, അവൻ്റെ അനുരൂപതയിൽ. എൻ്റെ മൂത്ത സഹോദരനായ യേശുവിനോട് ഞാൻ സദൃശനാകണം. എന്തിലാണ് സദൃശനാകേണ്ടത്? അവൻ്റെ ഔട്ട്വേർഡ് അപ്പിയറൻസിലല്ല, അവൻ്റെ കാർപ്പൻട്രി സ്കിൽസിലല്ല, അവൻ്റെ ജോഗ്രഫിക്കൽ നോളജിലല്ല, അവൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സിലല്ല. അതൊക്കെ ഈസിയാണ് വളരെ എൻ്റെ ജീവിതത്തിൽ അനുകരിക്കാനായിട്ട്. പലസ്തീനിലെ ഒരു സാധാരണക്കാരനെ പോലെ യേശു ജീവിച്ചത്. അവൻ ധരിച്ച വസ്ത്രം, അവൻ ഭക്ഷിച്ച ആഹാരം, ഇതെല്ലാം ഒരു സാധാരണ പലസ്തീൻകാരൻ്റെ വസ്ത്രമാണ്. പക്ഷെ കുറിയനുകാരനായ ഞാൻ, യേശു നീളം കുപ്പായം ഇട്ടു, അതുകൊണ്ട് ഞാനും നീളം കുപ്പായം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ യേശുവിനെ പോലെ ആകത്തൊന്നുമില്ല. അത് ദൈവം ഉദ്ദേശിക്കുന്നുമില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആളുകൾ ഇടുന്ന വസ്ത്രമൊക്കെ ഇട്ടാൽ മതി. ഞാൻ വേറെ വസ്ത്രം ഇട്ട് ആരും യേശു ആകാനൊന്നും നോക്കണ്ട. അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. പലസ്തീനിലെ ചില ആളുകൾ പറയും, യേശു കർത്താവ് മുന്തിരിച്ചാറ് കുടിച്ചു, വീഞ്ഞു കുടിച്ചു, ഞാനും മുന്തിരിച്ചാറ് കുടിക്കുക. ഇവിടെ പലസ്തീനിലെ ഭക്ഷണത്തിന്റെ ഒരു കോമൺ ആയിട്ട് അവരുടെ ഭക്ഷണ രീതിയിൽ പെട്ട ഒരു കാര്യമാണ് എന്താണ് ഗ്രേപ്പ് ജ്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ യേശുവിനെ പോലെ ആകാൻ അതുപോലെ വീഞ്ഞു കുടിച്ചാൽ പറ്റത്തില്ല. അതല്ല സദൃശത. എന്താണ് സദൃശത? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ, അവിടെയാണ് സദൃശത വരുന്നത്. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നാമും അവനെ പോലെ നിർമ്മലരാകണം. നിർമ്മലതയാണ്, അല്ലെങ്കിൽ ഹോളിനെസ് ആണ് അവന്റെ പ്രത്യേകത. അതാണ് അവന്റെ സദൃശത. അതാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. അവനെ എതിരേൽക്കുമ്പോൾ അവനെ പോലെ വസ്ത്രം ധരിച്ചുകൊണ്ടല്ല, അവനെ എതിരേൽക്കുമ്പോൾ അവനെ പോലെ നിർമ്മലനായിക്കൊണ്ട് വേണം ഞാൻ അവനെ എതിരേൽക്കാൻ. ഞാൻ പറഞ്ഞ ഗ്രഹിക്കണം. സോ അവന്റെ സദൃശത എന്ന് പറയുന്നത് അവന്റെ നിർമ്മലതയാണ്. എന്നാൽ ഇവിടെ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു സംശയമുണ്ട്. ഹൗ കാൻ ഐ? എങ്ങനെയാണ്? ഇതൊക്കെ കൊള്ളാം, പറയുന്നതൊക്കെ കൊള്ളാം. അവന്റെ അതേ രൂപം പോലെ പ്രാപിക്കണം, തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണം, അവനെ പോലെ ജീവിക്കണം എന്നൊക്കെ പറയുന്നത് കൊള്ളാം. ബട്ട് എനിക്കെങ്ങനെയാ അത് പറ്റുന്നത്? ഗട്ടറിലെ ചെളിവെള്ളത്തിൽ കുളിച്ച് കിടന്നിരുന്ന എന്നെ സ്വർഗീയനായ യേശുവിനെ പോലെ എങ്ങനെ നിർമ്മലനാകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? അങ്ങനെ നടക്കുമോ? അങ്ങനെ നടക്കത്തില്ലെന്നാ നമ്മളൊക്കെ ഇപ്പൊ അങ്ങ് വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആളുകളും പറയുന്നത്, ഓ ബ്രദറെ, ഇപ്പൊ നമ്മൾ യേശു ഒന്നും അല്ലല്ലോ, നമുക്കിപ്പോൾ അങ്ങനെ വല്ലതും ജീവിക്കാൻ പറ്റുമോ? നമ്മൾക്കിപ്പോൾ ഇങ്ങനെയൊക്കെ, പിന്നെ നമ്മളാൽ ആവോളം എന്ന് പറഞ്ഞൊരു വാക്കേ ഇല്ല. കാര്യം നമ്മളാൽ ഒന്നും ആകത്തില്ലല്ലോ, പിന്നെ അങ്ങനെ നമ്മളാൽ ആവോളം എന്ന് പറയുന്നു. എങ്ങനെയാണ് യേശുവിനെ പോലെ ആകാൻ കഴിയുന്നത്? അതിന് ദൈവം തന്നിരിക്കുന്ന ഒരു മാജിക്കൽ പോസിബിലിറ്റി ഉണ്ട്. ആ പോസിബിലിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു സംതിങ് ദാറ്റ് ഹാപ്പൻസ് സൂപ്പർനാച്ചുറലി ഇൻ യുവർ ലൈഫ് വെൻ യു ബിക്കം എ ക്രിസ്ത്യൻ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 22-ാം വാക്യം, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച ചതിമോഹങ്ങളാൽ വഷളായിപ്പോയേക്കുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിതാണ്, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. യേശുവിനെ പോലെ ജീവിക്കണമെങ്കിൽ എനിക്ക് ഒരിക്കലും എൻ്റെ സ്വാഭാവികമായ ജീവിതം കൊണ്ട് പറ്റത്തില്ല. അത് നടക്കത്തില്ല. ഞാൻ എൻ്റെ വിൽ പവർ ഉപയോഗിച്ച് ഒരിക്കലും യേശുവിനെ പോലെ ജീവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അത് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ദൈവം നമുക്ക് എന്ത് തന്നിരിക്കുന്നു? ഒരു പുതിയ സൃഷ്ടിയെ തന്നിരിക്കുകയാണ്, ദൈവാനുരൂപമായി. അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു വലിയൊരു കൺസെപ്റ്റാണ്. ദൈവാനുരൂപമായി. ഇവിടെ യേശുവിന് അനുരൂപമായിട്ടൊന്നും അല്ല പറയുന്നത്, ദൈവാനുരൂപമായി. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? ആരാണ് യേശു? God dwelt in flesh, that is Jesus. ദൈവം ദേഹരൂപത്തിൽ വസിച്ചതാണ് യേശു. അപ്പോൾ യേശുവിന്റെ ജീവിതം ദൈവത്തിന്റെ ജീവിതമാണ്, അല്ലെങ്കിൽ ദൈവാനുരൂപമായ ജീവിതമാണ്. ഞാൻ യേശുവിന് അനുരൂപമായി ജീവിക്കുമ്പോൾ ഞാനും എങ്ങനെ ഒരു ജീവിതമാണ് ജീവിക്കുന്നത്? ദൈവാനുരൂപമായ ജീവിതമാണ്. പക്ഷെ അത് ജീവിക്കാൻ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് ദ ന്യൂ ബർത്ത്. അതാണ് പുതുജനനം. എഫെസ്യർ 4-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് കുറെ കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അവിടെ ഈ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിലുള്ള ആ ഡിഫറൻസ്, ആ പഴയ മനുഷ്യനെ എങ്ങനെ നമ്മൾ ഉപേക്ഷിക്കണമെന്നും പുതിയ മനുഷ്യനെ എങ്ങനെ ധരിക്കണമെന്നും അത് നമ്മൾ വെറുതെ വായിച്ചു പോകുകയല്ല, അത് പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം മുതൽ, Now this I affirm
and testify in the Lord that you must no longer live as the Gentiles do. ജാതികൾ ജീവിക്കുന്നത് പോലെ ഇനി നിങ്ങൾ ജീവിക്കരുത്. Verse 17, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവിടെ വ്യർത്ഥബുദ്ധി, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു വാക്ക് വ്യർത്ഥബുദ്ധി. That you must no longer live as the Gentiles do in futility of their minds. അവരുടെ മനസ്സിന്റെ വ്യർത്ഥത എന്താണെന്നറിയാമോ? ജാതികളുടെ ചിന്ത അവർ പരിശ്രമിച്ചാൽ നല്ലവരായിട്ട് ജീവിക്കാൻ പറ്റുമെന്നാണ്. You understand what I say? പക്ഷേ പരിശ്രമിച്ചാൽ നന്നായിട്ട് ജീവിക്കാമെന്ന് വെച്ച് നിങ്ങളുടെ പഴയ മനുഷ്യന്റെ ആദാമ്യ പ്രകൃതിയുടെ രീതിയിൽ നിങ്ങൾ ജീവിക്കാനായിട്ട് പാടില്ല. They are darkened in their understanding, alienated from the life of God because of the ignorance that is in them. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന്, നോക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതാണ്, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന്. എന്താ അതിന്റെ അർത്ഥം? ദൈവികമായി ജീവിക്കണമെങ്കിൽ എന്റെ ജീവനിൽ ജീവിക്കാൻ പറ്റത്തില്ല. പ്രത്യുത ആരുടെ ജീവനിലേ പറ്റുള്ളൂ? ദൈവത്തിന്റെ ജീവനിൽ. ജാതികളുടെ പ്രശ്നം ദൈവികമായ ജീവിതം അവരെങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? അവരുടെ വിൽ പവർ അനുസരിച്ച് ബുദ്ധിപൂർവം ജീവിക്കാൻ അവർ പരിശ്രമിക്കുന്നു. പക്ഷേ ഇവിടെ പറയാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രോബ്ലം അജ്ഞതയിൽ അവരെന്ത് ചെയ്തിരിക്കുന്നു? ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നിരിക്കുന്നു. അപ്പോൾ യേശുവിനെ പോലെ ജീവിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ജീവനിലേക്ക് കടക്കണം. ദൈവത്തിന്റെ ജീവൻ നമ്മുടെ ജീവനാകണം. അല്ലാതെ നമുക്കൊരിക്കലും യേശു ജീവിച്ചതുപോലെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല. 19ാമത്തെ വാക്യം, they have become callous and they have given themselves up to licentiousness, greedy practices, every kind of uncleanness. You did not so. Learn Christ, assuming that you have heard about him and were taught in him, as the truth is in Jesus Christ. നോക്കുക, നിങ്ങളോ യേശുവിൽ സത്യം ഉള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ച്, എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. സി, taught from him, അവനിൽ നിന്ന് പഠിച്ചത്, അവനിൽ നിന്ന് ലഭിച്ചത്, അവൻ ക്രിസ്തുവിനുമായിട്ടുള്ള ആ വാട്ട് യു സേ ഒരു ഇന്റർ റിലേഷനിലൂടെയാണ്, വാസ്തവത്തിൽ അന്യോന്യമുള്ള ബന്ധത്തിലൂടെയാണ് നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്? യേശുവിനെ പോലെ ജീവിക്കാൻ പറ്റുന്നത്. അല്ലാതെ ഒരു സ്വാഭാവികമായ നിലയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നു കൊണ്ട് അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ജീവിക്കണമെങ്കിൽ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ നമ്മൾ ഉപേക്ഷിച്ച്, നോക്കുക വേഴ്സ് 22, അവിടെ എഴുതിയിരിക്കുന്നത്, put off your old nature which belongs to your former manner of life and is corrupt through deceitful lust. ഡിസീറ്റ്ഫുൾ, വഞ്ചിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പഴയ മനുഷ്യന്റെ ജീവിതത്തിൽ പഴയ മനുഷ്യന്റെ ഇഷ്ടമനുസരിച്ച് എത്ര കഷ്ടപ്പെട്ട് ആത്മീയമായി ജീവിക്കാൻ നോക്കിയാലും മോഹങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന് അധീനരായി പോകും, ചതിമോഹങ്ങളാൽ. പക്ഷെ പുതിയ മനുഷ്യൻ അതിന്റെ ഇഷ്ടം തന്നെ വ്യത്യാസപ്പെടുകയാണ്. പഴയ മനുഷ്യന്റെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് ജഡത്തിന്റെ ഇച്ഛകളാണ്. എന്നാൽ പുതിയ മനുഷ്യന്റെ ഇഷ്ടം തന്നെ വ്യത്യാസമാണ്. പുതിയ മനുഷ്യൻ ആത്മീകമായതും ദൈവികമായതും മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, വേറെ ഒരു കാര്യങ്ങളും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഇഷ്ടങ്ങളിലുള്ള വ്യത്യാസമാണ് അവിടെ ഉണ്ടാകുന്നത്. താല്പര്യങ്ങളിലും ആഗ്രഹങ്ങളിലും മോഹങ്ങളിലും ഉണ്ടാകുന്ന വ്യത്യാസമാണ്. അതെല്ലാം സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ മനുഷ്യനെ ധരിച്ചാലേ പറ്റൂ. അത് നമുക്കൊരു യാഥാർത്ഥ്യമായാലേ പറ്റൂ. വിശ്വാസികളുടെ ഒരു വലിയ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആത്മാവിന്റെ ജീവിതം ജഡത്തിൽ ജീവിക്കാനാണ് പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ തീരുമാനിക്കും, ഇന്ന് ഞാൻ ഇന്ന കാര്യം ചെയ്യത്തില്ല. 10 പ്രാവശ്യം തീരുമാനിക്കും, 10 മണിക്ക് മുമ്പ് 10 പ്രാവശ്യം തെറ്റിക്കും. കാര്യം നമ്മളുടെ സ്വന്തം ശക്തിയിലാണ്. ഇനി നമുക്കതിനോടുള്ള ആഗ്രഹം മാറിയിട്ടില്ല, ഇഷ്ടം മാറിയിട്ടില്ല. നമുക്ക് വീണ്ടും അതിനോട് മോഹമുണ്ട്. പാപത്തോട് നമുക്ക് വെറുപ്പ് തോന്നുന്നില്ല. പഴയ മനുഷ്യന് പാപത്തോട് ഒരിക്കലും വെറുപ്പ് തോന്നത്തില്ല.
പക്ഷെ പുതിയ മനുഷ്യന്റെ പ്രത്യേകത, അവന് പാപത്തോട് വെറുപ്പ് തോന്നുകയാണ്. ഈസ് എ ന്യൂ ക്രിയേഷൻ. അവനൊരു പുതിയ മനുഷ്യനായി തീരുമ്പോൾ അവന്റെ ലൈഫ് ഡിഫറെന്റ് ആവുകയാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് പുതിയ മനുഷ്യന്റെ ജീവിതമല്ല, അല്ലെങ്കിൽ ഒന്നാമത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്താണ്? പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കാൻ പഠിക്കുകയാണ്. ആ മനുഷ്യന്റെ പ്രത്യേകത ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. ആ പുതിയ മനുഷ്യന്റെ ഇഷ്ടങ്ങളെല്ലാം, കാര്യം അത് സ്വർഗീയനാണ്, അതിന്റെ ഒറിജിൻ സ്വർഗമാണ്. ബിക്കോസ് വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദിമോസിനോട് കർത്താവ് സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, അൺലെസ് യു ആർ ബോൺ ഫ്രം എബവ്, പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ എന്നെഴുതിയിരിക്കുന്നതെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പുതുതായി എന്നല്ല, ഉയരത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യം കാണുവാൻ കഴിയത്തില്ല. അപ്പോൾ ഇറ്റ് ഈസ് എ ന്യൂ ബർത്ത് ആൻഡ് ഇറ്റ് ഈസ് ഫ്രം എബവ്. ഉയരത്തിൽ നിന്നുള്ള ഒരു ജനനം, അതാണ് ഒരു വിശ്വാസിക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ ദാനമെന്ന് പറയുന്നത്. ആ ഉയരത്തിൽ നിന്നുള്ള ജനനത്താൽ ലഭിക്കുന്ന പുതിയ സൃഷ്ടി ഉണ്ടല്ലോ, അതിൻ്റെ മോഹങ്ങൾ വ്യത്യാസമാണ്, അതിൻ്റെ താല്പര്യങ്ങൾ വ്യത്യാസമാണ്, അതിൻ്റെ ആഗ്രഹങ്ങൾ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ആ പുതിയ മനുഷ്യനെ ധരിക്കുമ്പോൾ ദൈവാനുരൂപമായി നമുക്ക് ജീവിക്കാൻ പറ്റും. വി ക്യാൻ ബി ലൈക്ക് ഗാഡ്. ദൈവാനുരൂപമായി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ഡിസയറാണ്, അല്ലാതെ മോശമായ ഒരു ജീവിതമല്ല. ഹവ്വയോട് സർപ്പം ചെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന്. നന്മ തിന്മകളെ കുറിച്ച് അറിവുള്ളവരായി നിങ്ങൾ ദൈവത്തെ പോലെയാകും. ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവൾ ചാടി വീഴാൻ കാര്യം എന്താണ്? ദൈവത്തെ പോലെ ആകാനുള്ള ആ ആഗ്രഹം ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ കൊടുത്തിരുന്നു. ഏത് മനുഷ്യന്റെയും ജീവിതത്തിൽ ദൈവം ഒരു മോഹം കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തെ പോലെ ആകണം. പക്ഷേ ദൈവത്തെ പോലെ ആകുന്നത് ഏത് തലത്തിലാണ് എന്നുള്ളതാണ് പ്രശ്നം. ദൈവത്തെ പോലെ ആകുന്നത് അവന്റെ സ്വഭാവത്തിലാണ്, അല്ലാതെ അവന്റെ അധികാരത്തിലല്ല, അവന്റെ ബീയിങ്ങിലല്ല. ആദാം ദൈവത്തെ പോലെ ആകാൻ ദൈവം ആഗ്രഹിച്ചിരുന്നു. ആദാമിന്റെ സൃഷ്ടിയുടെ കാര്യം ആലോചിച്ചാൽ, ഒരു ചെറിയ ചോദ്യം ചോദിച്ചാൽ, ആദാമിന്റെ സൃഷ്ടിയിൽ ആദാം പൂർണ്ണനായിരുന്നോ? ഇറ്റ്സ് എ നോർമൽ ക്വസ്റ്റ്യൻ. ഒരു തരത്തിൽ ഹി വാസ് പെർഫെക്റ്റ്. പക്ഷേ പെർഫെക്റ്റ് ആണെന്ന് പറയുമ്പോഴും അവന് വളരാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ടായിരുന്നു. ഒരു പുഷ്പത്തിന്റെ കാര്യം എടുക്കുക, ഒരു ബഡ്, ഒരു മൊട്ട്, പൂമൊട്ട് പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷെ പൂമൊട്ടിന് എന്ത് പോസിബിലിറ്റി ഉണ്ട്? വളരുവാനുള്ള, വിടരുവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതുപോലെ ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദാമിന്റെ വളർച്ച ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അല്ലാതെ ആദാം അവനെ സൃഷ്ടിച്ച നിലയിൽ ജീവിക്കണമെന്നല്ല ദൈവം ആഗ്രഹിച്ചത്. ഗാഡ് വാണ്ടഡ് ഹിം ടു ഗ്രോ. എത്രത്തോളം വളരണമായിരുന്നു? അവൻ വളർന്ന് എത്രത്തോളം ആകുമായിരുന്നു? അവന് മാക്സിമം ആകാൻ കഴിയുന്നത് ക്രിസ്തുവിനോളമാണ്. ആദാമും ക്രിസ്തുവിനെ പോലെ വളർച്ച പ്രാപിക്കണമെന്നാണ് ദൈവം വിഭാവന ചെയ്തത്. ആദാമിന്റെ കാര്യം മാത്രമല്ല, ഭൂമിയിലെ എല്ലാ മനുഷ്യനെ കുറിച്ചും ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം എന്താണ്? ക്രിസ്തുവിനോളം വളരുക എന്നുള്ളതാണ്. യേശുവിനായൻ ജീവിതം നൽകാമെൻ ആയുസ്സിൻ നാളുകളെല്ലാം ശാശ്വതമായൊരു ദേശമെനിക്കായൻ നാഥനൊരുക്കുന്നതാൽ യേശുവിനായൻ ജീവിതം നൽകാമെൻ ആയുസ്സിൻ നാളുകളെല്ലാം ശാശ്വതമായൊരു ദേശമെനിക്കായൻ നാഥനൊരുക്കുന്നതാൽ നൽകിടും എൻ ജീവിതം നിൻ കൈകളിൽ പൂർണ്ണമായി യേശുനാഥനേ. നൽകിടും
കൈകളിൽ പൂർണ്ണമായി യേശുനാഥനേ. ദൂരത്തു നിന്നു ഞാൻ ചാരത്തണയാതെ ജീവിതം തൂകി തകർത്തുപോയി. ദൂരത്തു നിന്നു ഞാൻ ചാരത്തണയാതെ ജീവിതം തൂകി തകർത്തുപോയി. മാറത്തണയ്ക്കുവാൻ താങ്ങുവാൻ നീ അന്ന ക്രൂശിൽ തകർന്നതു സ്നേഹം. മാറത്തണയ്ക്കുവാൻ താങ്ങുവാൻ നീ അന്ന ക്രൂശിൽ തകർന്നതു സ്നേഹം. നൽകിടും എൻ ജീവിതം നിൻ കൈകളിൽ യേശുനാഥനേ. നൽകിടും എൻ ജീവിതം നിൻ കൈകളിൽ പൂർണ്ണമായി യേശുനാഥനേ. നിത്യനാടിൻ വഴി എനിക്കായി തുറന്ന എൻ യേശുവെ പിൻചെല്ലുമെന്നും. നിത്യനാടിൻ വഴി എനിക്കായി തുറന്ന എൻ യേശുവെ പിൻചെല്ലുമെന്നും. വിശ്വാസ ജീവിത പോർക്കളത്തിൽ ഞാൻ തളരാതെ മുന്നേറുമെന്നും. വിശ്വാസ ജീവിത പോർക്കളത്തിൽ ഞാൻ തളരാതെ മുന്നേറുമെന്നും. നൽകിടും എൻ ജീവിതം നിൻ കൈകളിൽ യേശുനാഥനേ. നൽകിടും എൻ ജീവിതം